ടെലിവിഷൻ. മിക്ക സിനിമകളിലും പ്രധാനപ്പെട്ട അങ്ങയുടെ വളരെ പ്രശസ്തങ്ങളായ പല ചിത്രങ്ങളുടെയും നായകസ്ഥാനത്ത് മമ്മൂട്ടിയുണ്ട്. മോഹൻലാലിനെ സമീപിക്കാതിരുന്നിട്ടാണോ, അല്ല എന്താണ് ഇതുവരെ ഒരു മോഹൻലാൽ നായകനായിട്ടുള്ള ഒരു ഹരികുമാർ ചിത്രം ഉണ്ടാകാതെ പോയത്? തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരുപക്ഷെ എൻ്റെ തന്നെ ഇതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ പല തവണ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അദ്ദേഹം എനിക്കൊരു ബ്ലാങ്ക് ചെക്ക് പോലെ ഒരു വിഷയവുമായിട്ട് ചേരാൻ വരണം, നമുക്ക് ചെയ്യാമെന്ന് ചെയ്യേണ്ട പക്ഷെ പല സബ്ജക്റ്റുകളും ഞാൻ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് അദ്ദേഹത്തെ വെച്ച് ചെയ്യുമ്പം എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു ആക്ടറാണ് ലാൽ എന്ന് പറയുന്ന. വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും അടുപ്പം മമ്മൂട്ടിയോടാണ്. മമ്മൂട്ടി നല്ല ഗ്രേറ്റ് ആക്ടർ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. പക്ഷെ ലാലിനെ വെച്ചൊരു പടം ചെയ്യുക എന്നുള്ളത് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണെന്ന് വെച്ചുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ചില നടന്മാർ നമ്മുടെ എം ടി സാറിനെ വെച്ചൊരു തിരക്കഥ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ. പക്ഷെ അതിനുവേണ്ടി അദ്ദേഹം എനിക്ക് പൂർണ്ണമായും ചെയ്യാൻ തയ്യാറായിട്ട്, പക്ഷെ അത് ഒത്തു വന്നില്ല എന്നുള്ളതാണ്. ഡ്രാമ, നാടകീയത തീർച്ചയായും സംഘർഷം തന്നെയാണ് നാടകത്തിൻ്റെ, സിനിമയുടെ എല്ലാം ആത്മാവ്. പക്ഷേ അതിന് തിരഞ്ഞെടുക്കുന്ന സന്ദർഭവും വളരെ പ്രധാനമാണല്ലോ. അങ്ങയുടേത് തന്നെ സ്വയംവര പന്തലിൽ ആ സിസ്റ്റേഴ്സ് 4-5 പേര്, പിന്നെ ആ സഹോദരിമാർ, ജയറാം നായകനായ ആ കഥാപാത്രത്തെ അതിനുവേണ്ടി വധുവെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, കല്യാണം നടക്കുന്നു. പിന്നെ മധുവിധു ഘട്ടത്തിലുള്ള ഒരു റെവലേഷൻ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലിനോടുകൂടി എല്ലാം തകിടം മറയുന്നു എന്നുള്ളൊരു സന്ദർഭം ഓർക്കുന്നുണ്ട്. അങ്ങനെ നാടകീയത എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ തന്നെ സദ്ഗമയിൽ ആ നായികക്ക് ഒരുപക്ഷെ ഇതാ വിവാഹം നടക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ വെച്ചാണ് ഒരു വലിയ സ്ലിപ്പ് വരുന്നത്. അപ്പോൾ ഈ നാടകീയമായ സന്ദർഭങ്ങൾ കഥയിൽ ഇല്ലാതിരുന്ന സന്ദർഭങ്ങൾ, കഥയിലില്ലാതെ ഇരിക്കുന്ന സന്ദർഭങ്ങൾ പോലും അങ്ങ് ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നടത്ത് ഇന്നൊരു സിറ്റുവേഷൻ വേണം, ഡ്രാമ വേണം എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും സമീപിക്കാറില്ല. ഇത് ഏതൊരു ഇതിൻ്റെയും ഒരു ഇതുണ്ടല്ലോ, അതനുസരിച്ച് ഈ കാര്യങ്ങൾ നീങ്ങിപ്പോയി മുൻകൂട്ടി കാണേണ്ട. ഇപ്പം ഞാൻ സുഹൃതത്തിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും അതിലേക്ക് വരും. കഥയെക്കുറിച്ച് എം ടി സാർ ആദ്യം ഒരു വരിയിൽ പറഞ്ഞു. പിന്നെ എൻ്റെ ചർച്ചയിൽ പറയുമ്പോൾ അതിൻ്റെ എൻ്റെ എങ്ങനെയാണെന്ന് ഉള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു എൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പം അത് നമ്മളിപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ക്ലൈമാക്സ് ആ കഥയ്ക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു സിനിമയ്ക്കും സിനിമ പോലെ ഒരു ഇതിൽ ചിലപ്പം ക്ലൈമാക്സിനെ കുറിച്ചൊക്കെ ആദ്യമേ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും ഈ മുൻകൂട്ടി ഇന്നടത്തൊരു ഡ്രാമ വേണം, ഇങ്ങനെ വേണമെന്നൊരു തിരക്കഥയിൽ അങ്ങനെ ചിന്തിക്കാറില്ല. അത് നമ്മൾ പറഞ്ഞു പോകുന്നില്ലേ, നമ്മൾ ഓരോ ഘട്ടങ്ങളിലും പറഞ്ഞു പോകുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഈ പറയുന്ന നാടകീയ സിറ്റുവേഷൻസ്, ഡ്രമാറ്റിക് സിറ്റുവേഷൻസ് വന്നുവിടുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നുവിടും പോലെ തന്നെ സിനിമയിലും ഉണ്ടാകുന്നതാണ്. അത് ഏറ്റവും വളരെ സട്ടിലായിട്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും. ഒരിക്കലും ഞാനൊരു അതിനാടകീയതയിലേക്ക് എൻ്റെ ഒരു സിനിമയിൽ ഒരു രംഗം പോലും ഇന്നുവരെയും പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സിനിമകളെങ്കിലും ക്ലൈമാക്സ് ആദ്യമായി കണക്ക് കൂട്ടിയെടുത്ത് അത് ചിത്രീകരിച്ച് പിന്നീട് പിറകോട്ട് പോകുന്ന സിനിമകൾ പോലും ഉണ്ടാകാറുണ്ട്. ക്ലൈമാക്സിന് വേണ്ടി സിനിമ എന്നുള്ള ഒരു തിയറി പോലും ഉണ്ട്, സിനിമയിലുണ്ട്. പക്ഷെ അങ്ങ് പറയുന്നത് ഈ പല ഫ്രെയിമുകളുടെയും സന്ദർഭങ്ങളുടെയും കഥാതലങ്ങളുടെ വികാസ പരിണാമങ്ങളുടെയും സ്വാഭാവിക പരിണിതിയായി ക്ലൈമാക്സ് സംഭവിക്കുന്നു എന്നുള്ളത് മൗലികമായൊരു ചലച്ചിത്ര വശമാണ് അങ്ങ് അനാവരണം ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ജീവിതത്തെക്കുറിച്ചാണ് തീർച്ചയായും മറ്റേത് കലകളെക്കാളും ചലച്ചിത്രകല ജീവിതത്തെ സംബന്ധിക്കുന്നതാണ്. പക്ഷേ ഇറ്റ് ഈസ് എ ബയോ ആർട്ട് ഫോം. ചലച്ചിത്രം ഒരു ജീവകലയാണ് എന്ന് നമുക്ക് പറയാവുന്ന ഘടകത്തിലേക്കാണ് ശ്രീ ഹരികുമാർ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. അതേക്കുറിച്ച് ഒന്നുകൂടി. എൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്, ഈ ഭൂമിയിൽ കാല് ഉറച്ചു നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജീവിതത്തെ മറന്നുകൊണ്ട് അതെന്തോ അങ്ങനെ ഏതെങ്കിലും ഒരു കഥാതന്തു എൻ്റെ മനസ്സിൽ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുമ്പോഴോ
അത് ജീവിതവുമായി എത്ര അടുത്ത് നിൽക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും സിനിമ പോലൊരു കലയിൽ, സിനിമ പോലൊരു മാധ്യമത്തിൽ തീർച്ചയായിട്ടും ജീവിതത്തെ വിസ്മരിച്ചുകൊണ്ട് അങ്ങനെ സിനിമ എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വ്യക്തിപരമായി. മിക്ക സിനിമകളെക്കുറിച്ചും പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളിവിടെ സൂചിപ്പിച്ചു. അങ്ങയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന് പേരിട്ടില്ല എന്നറിയുന്നു. പക്ഷേ അതിൽ മിസ്റ്റർ ലാൽ, സംവിധായകനും നടനുമൊക്കെയായ ലാൽ, അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദൻ, അത് കണ്ടംപററി, അതായത് കാലിക പ്രസക്തിയുള്ള വിഷയം എന്ന് പറയുന്നു. അത് ഏത് മണ്ഡലത്തിലേക്കാണെന്നുള്ള സൂചനയുടെ സമയമായിട്ടില്ല എന്നുണ്ടോ? അതെ, അത് സൂചന തരാൻ ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഞാൻ നേരത്തെ പറഞ്ഞു ജീവിത സത്യങ്ങൾ, അതെ, യാഥാർത്ഥ്യത്തിനേക്കാളും സത്യം എന്ന വാക്കായിരിക്കും അവിടെ. അത് ഞാൻ അവതരിപ്പിക്കാനാണ് ചിന്തിക്കുന്നത്. അത് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം. അതിപ്പോഴേ മാസങ്ങൾക്കകം അല്ലേ? അതിപ്പം അടുത്ത മാസം അതിൻ്റെ മാർച്ച് ആദ്യം അതിൻ്റെ ചിത്രീകരണം തുടങ്ങുന്നു. 2 മാസത്തിനകം പുറത്തു വരുന്നു. അത് പക്ഷേ നമുക്കൊരു ഞാനും മോനേട്ടനും നമ്മളെല്ലാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ, ഈ 2012-2013 കാലഘട്ടം സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കഥയാണെന്ന് കേട്ടിട്ടുണ്ട്. തിരക്കഥ. അത് ശരി. തീർച്ചയായും പ്രേക്ഷകർ ഓർക്കുമല്ലോ, എം ടിയുടെ രചനയായ സുഹൃത്തത്തെപ്പറ്റി പറഞ്ഞു. അതുപോലെ ലോഹിതദാസ്, ജോൺ പോൾ, ശ്രീനിവാസൻ, കലൂർ ഡെന്നീസ്, സദ്ഗമയ ശത്രുഘ്നൻ്റെ തിരക്കഥയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആദ്യമായി എഴുതിയിട്ടുള്ള ജാലകം, അശോകൻ നായകനായിട്ടുള്ള ആ ചിത്രം. അതിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അഭിനയിച്ചിട്ടുണ്ട്. അതെ. അതിനെ തുടർന്ന് കഥാകൃത്ത് ഭാസുരചന്ദ്രൻ, ഇങ്ങനെ നിരവധി ആളുകളുടെ കഥകൾ ശ്രീ ഹരികുമാർ ചലച്ചിത്ര ശില്പങ്ങളാക്കി സഫലമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇതാ സുഹൃതത്തിലേക്ക് 50-ലേറെ പുരസ്കാരങ്ങൾ, ഗാലപ്പ് പോളിലെ അവാർഡ് ഉൾപ്പെടെ സംസ്ഥാന തലത്തിലുള്ള അവാർഡുകൾ, ദേശീയ അവാർഡ് ഏറ്റവും മികച്ച ചിത്രത്തിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി പുരസ്കാരങ്ങൾ. പിന്നീട് അങ്ങ് കുറേ ചിത്രങ്ങൾ എടുത്തു. അത്രയും അവാർഡുകൾ അങ്ങും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും അങ്ങയുടെ ചിത്രങ്ങൾക്ക് അർഹമായ അംഗീകാരം സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ പൊതുവെ ഇൻഡസ്ട്രി തലത്തിലോ അല്ലെങ്കിൽ വിശാല സമൂഹ തലത്തിലോ കിട്ടാതെ പോയി എന്നുള്ളൊരു സങ്കടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് അങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ അവാർഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് അവാർഡ് കമ്മിറ്റിയിൽ ആദ്യത്തെ ഫിലിം അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ, നാഷണൽ അവാർഡിൽ 3 തവണ ഇരുന്നിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡിൽ ഇരുന്നിട്ടുണ്ട്, മറ്റ് പ്രൈവറ്റ് അവാർഡുകളുടെയൊക്കെ. അതെന്തുകൊണ്ട് എന്നെ കൂടുതൽ പേര് വിളിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവിടെ ഞാൻ 100% അവിടെ എനിക്ക് സൗഹൃദം മറ്റൊന്നും ഞാൻ നോക്കാം, 100% സിൻസിയറായിട്ട് തന്നെയാണ് വഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എന്നെക്കാളും മികച്ച സൃഷ്ടികൾ ആ വർഷങ്ങളിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടാതെ പോയതായിരിക്കാം. കിട്ടാൻ അർഹതയുള്ള പല സിനിമകളും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ മോനിടം വിട്ടുപോയൊരു സിനിമയുണ്ട്, എൻ്റേതായി വന്ന പുലർവട്ടം എന്ന് പറഞ്ഞ, അത് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത ഒരു സിനിമയാണ്. ആ വർഷത്തെ ഏറ്റവും മികച്ച കുട്ടികളുടെ സിനിമയായിരുന്നു. ഏറ്റവും മികച്ച സംവിധായകൻ ഞാനായിരുന്നു. അതിന് മറ്റ് സംസ്ഥാന തലത്തിൽ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ പിന്നെ ഞാൻ ആദ്യം ഒരു ടെലിഫിലിം ചെയ്തു, രാച്ചിയമ്മ എന്ന് പറഞ്ഞു, ഉറൂബിൻ്റെ കഥ. അതെ, അതിനെനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് കിട്ടി. ഞാൻ ഡോക്യുമെൻ്ററി ചെയ്ത് അതിന് സ്റ്റേറ്റ് അവാർഡ്, പടയണി എന്ന വിഷയത്തെക്കുറിച്ച് ചെയ്തു, അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എം ടി വാസുദേവൻ നായരെക്കുറിച്ച് ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി രണ്ട് ഡോക്യുമെൻ്ററി, ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്, ഒന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തതിന് എനിക്ക് അവാർഡ് കിട്ടിയതിന് ഒരു ഇന്ത്യൻ പനോരമയ്ക്ക് തിരഞ്ഞെടുത്ത് ഒട്ടേറെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ അത് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കിട്ടാതിരുന്നപ്പം തീർച്ചയായിട്ടും എന്നെക്കാളും മികച്ചത് എനിക്ക് എൻ്റെ മോശമായതുകൊണ്ടായിരിക്കില്ല, അതിനേക്കാളും മികച്ചത് ആ വർഷം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കണം എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്തത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. അപ്പോൾ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. എൻ്റെ ഒരു സിനിമയിൽ കമുകറ പുരുഷോത്തം പാടി.